പ്രിഫേസ് സ്റ്റഡിയുടെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ 8ാമത്തെ പാർട്ടിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒരു സെല്ലിനുള്ളിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഇതിനെ പറ്റിയാണ് നമുക്ക് ഇനി പറയാനുള്ളത്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. നമ്മൾ ആദ്യം അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കണം. ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് എടുത്താൽ, അതായത് ഒരു ബാറ്ററി ഒരു റെസിസ്റ്ററിലോ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എക്സ്റ്റേണൽ സർക്യൂട്ട്. ബാറ്ററിക്ക് അകത്ത് വരുന്ന കാര്യത്തെ ഇൻറ്റേർണൽ സർക്യൂട്ട് എന്നും പറയാം. അപ്പോൾ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കറണ്ട് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് എടുത്താൽ കറണ്ട് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയാം. എന്നാൽ ഒരു ഇൻസൈഡ് ദ സെൽ എടുത്താൽ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യും? നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലേക്കായിരിക്കും ഒരു സെല്ലിനുള്ളിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഒരിക്കൽ കൂടി, ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് എടുത്താൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്കായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. എന്നാൽ ഒരു ബാറ്ററിയുടെ അകത്ത് നമ്മൾ നോക്കിയാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കായിരിക്കും. അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ബാറ്ററിയിൽ നിന്നും ഉള്ള ഫ്ലോ കാണിക്കാൻ വേണ്ടി, കറണ്ടിൻ്റെ ഫ്ലോ കാണിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പച്ച കളറുള്ളൊരു റൗണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കറണ്ടിൻ്റെ ഫ്ലോ എങ്ങനെയാണ്? എക്സ്റ്റേണൽ സർക്യൂട്ടിൽ എങ്ങനെയാണ്? പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ്. അപ്പോൾ ബാറ്ററിയുടെ അകത്ത് ഈ ഡോട്ട് ബാറ്ററിയുടെ അകത്ത് കയറുമ്പോൾ നോക്കുക, നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്തോളുക. ഇവിടെ നോക്കുക, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ പോകുന്നത്. എന്നാൽ ബാറ്ററിക്ക് അകത്ത് കയറുമ്പോൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് വരുന്നത്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. എന്നാൽ എക്സ്റ്റേണലോ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. അകത്ത് കയറുമ്പോൾ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എക്സ്റ്റേണൽ സർക്യൂട്ടിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നത്. എന്നാൽ ഇൻറ്റേർണലായിട്ട് ഇൻസൈഡ് സെല്ല് വരുമ്പോൾ കറണ്ട് എങ്ങനെയാണ്? നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് മനസ്സിലായി, അതായത് ബാറ്ററിയുടെ അകത്തും കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ബാറ്ററിയുടെ അകത്ത് കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന്. അപ്പോൾ ഈ ബാറ്ററിയുടെ അകത്തൂടെ നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ ഇലക്ട്രോഡ്സിലുണ്ടാകുന്ന, അല്ലെങ്കിൽ ആ ബാറ്ററിയുടെ അകത്തുണ്ടാകുന്ന ആ റെസിസ്റ്റൻസ്, അതിനെ പറയുന്ന പേരാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ ഒരു ഡെഫിനിഷൻ ഇതാണ്: ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഇലക്ട്രോഡ്സ് ഓഫ് ദ സെൽ. ഒരു സെല്ലിനുള്ളിൽ കറണ്ട് ഫ്ലോ ചെയ്യും. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ഒരു സെല്ലിനുള്ളിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ ഇലക്ട്രോഡ്സ് കൊടുക്കുന്ന, ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെല്ല് എങ്ങനെ കണ്ടുപിടിക്കാം? അതിനൊരു ഇക്വേഷൻ എഴുതാം. ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് നമുക്കിനി പോകേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡയഗ്രാം ഇവിടെ വരച്ചിട്ടുണ്ട്. ആ ഡയഗ്രാം കുറച്ചും കൂടെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഈ ബാറ്ററിയുടെ EMF എന്ന് പറയുന്നത്, അതായത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്ന E ആണ്. അതുപോലെ ഈ ബാറ്ററിയുടെ അകത്തുള്ള റെസിസ്റ്റൻസ്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R, സ്മോൾ r ആണ്. അവിടെ ഞാൻ ഈ ബാറ്ററി ഒരു റെസിസ്റ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ R ആണ്. ഓക്കെ, അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നു പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക്. ഓർക്കുക, ഇത് എക്സ്റ്റേണൽ സർക്യൂട്ടാണ്. ഇൻറ്റേർണൽ എങ്ങനെ ഒരു നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം? എഫക്റ്റീവ് റെസിസ്റ്റൻസ് എഴുതാം. അതായത് ഈ സർക്യൂട്ടിൽ ഞാൻ പറഞ്ഞു, ഈ ബാറ്ററിയുടെ അകത്തും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ ഞാനിവിടെ എക്സ്റ്റേണലായിട്ട് ഇവിടെ ഒരു റെസിസ്റ്ററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ്, അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ പറയാം? R + സ്മോൾ r എന്ന് പറയാം. ഈ രണ്ട് റെസിസ്റ്റൻസും ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ബാറ്ററിയുടെ അകത്ത് നടക്കുന്ന റെസിസ്റ്റൻസ്, അതുപോലെ ഇവിടെ പുറത്ത് നമ്മൾ റെസിസ്റ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുന്ന വാല്യൂ ആണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്, R + സ്മോൾ r എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓംസ് ലോയുടെ ഇക്വേഷൻ എഴുതാം. I = അതായത് ഓംസ് ലോയുടെ ഇക്വേഷനെ ഞാൻ കറണ്ടിൻ്റെ രൂപത്തിൽ എഴുതിയിരിക്കുന്നത്. ഓംസ് ലോ എന്താണ് പറയുന്നത്? V = IR ആണ്. അതിൽ നിന്നും ഞാൻ ഐയുടെ ഇക്വേഷനായിട്ട് എഴുതിയിട്ടുണ്ട് I = V/R എന്ന് പറഞ്ഞ്.
ഇവിടെ വി ബൈ ആർ സബ്സ്ക്രിപ്റ്റ് ഇ ആയിട്ടാണ് ഞാൻ പറയുന്നത്. വി ബൈ ആർ ഇ എന്നാണ് പറയുന്നത്. എന്താണ് വി ബൈ ആർ ഇ എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് വി ബൈ ആർ എന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റില്ല. വി ബൈ ആർ എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റത്തില്ല. കാരണം ഈ റെസിസ്റ്റൻസ് മാത്രമല്ല ഈ സർക്യൂട്ടുള്ള, ഈ സെല്ലിൻ്റെ അകത്തുള്ള റെസിസ്റ്റൻസും കൂടെ ഉണ്ട്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വി ആർ ഇ എന്ന് കൊടുത്തു. ആർ ഇ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഇത് രണ്ടിൻ്റെ റെസിസ്റ്റൻസ് വരും. അപ്പോൾ ആർ പ്ലസ് സ്മോൾ ആർ എന്ന് വരും. അപ്പോൾ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ പ്ലസ് സ്മോൾ ആർ എന്ന് വരും. ഓക്കെ, ഇവിടെ വി എന്ന് പറയുന്നത് ഞാൻ ഇ എന്നാണ് കൊടുത്തത്. അതായത് അതിൻ്റെ ഇനിഷ്യലായിട്ടുള്ള വോൾട്ടേജ്, ബാറ്ററിയുടെ വോൾട്ടേജ് എന്താണ്? ഇ ആണ്. ഓക്കെ, ഇ എന്ന് പറയുന്നത് ഇ എം എഫ് ആണ്. അതിനെ ഞാൻ ഇ എന്ന് കൊടുത്തു. അപ്പോൾ ഇ ബൈ ആർ പ്ലസ് ആർ എന്ന് വന്നു. ആർ പ്ലസ് ആർ എന്താണ്? എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അതിൻ്റെ ഫോർമുലയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഐ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ പ്ലസ് ആർ എന്നാവുമല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഐ ഇൻറ്റു ആർ പ്ലസ് ആർ ഇസ് ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞു വന്നു. ഐ ഈസ് ഈക്വൽ ടു ഇത് ഈ ഇക്വേഷനാണ്, ഈ ഇക്വേഷനാണ് ഇതുണ്ടായത്. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ പ്ലസ് ആർ. അപ്പോൾ ഈ ഐ ഇൻറ്റു ആർ പ്ലസ് ആർ ഇസ് ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞു. ഇനി ഞാൻ ഈ ഐ ആർ ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇൻറ്റു ചെയ്യുകയാണ്. ഐ ഇൻറ്റു ആർ പ്ലസ് ഐ ആർ ഇസ് ഈക്വൽ ടു ഇ. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താണ് ഞാൻ പറയുന്നത്. ഐ ഇൻറ്റു ആർ പ്ലസ് ഐ ഇൻറ്റു സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞു വന്നു. ഈ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഐ ഇൻറ്റു ക്യാപിറ്റൽ ആർ പ്ലസ് ഐ ഇൻറ്റു സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ഇ എന്ന് പറയുന്നത്. എന്താണ് ഈ ക്യാപിറ്റൽ ആർ സ്മോൾ ആറും? ക്യാപിറ്റൽ ആർ ഇതാ ഇവിടെയുള്ള ഈ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ്. സ്മോൾ ആർ എന്ന് പറയുന്നത് എന്താണ്? ഈ സെല്ല് എന്താണ് ഓഫർ ചെയ്യുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണെന്ന് ഓർക്കുക. അങ്ങനെയെങ്കിൽ നമുക്കൊരു കാര്യം ഇവിടെ വെച്ച് ഒന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പോവാം. ഇവിടെ ഒരു കാര്യം പറയുന്നത് പറഞ്ഞാൽ ഇ എന്ന് പറയുന്നത് എന്താണ്? ഇ എം എഫ് ആണ്. അപ്പോൾ ഇ എം എഫ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഈ സർക്യൂട്ടിൽ ഈ രണ്ട് എൻഡിലും ഇവിടെ ഒരു വോൾട്ട് മീറ്റർ വെച്ച് നമ്മൾ മെഷർ ചെയ്താൽ അവിടെ നമുക്ക് കിട്ടുന്ന വോൾട്ടേജിനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓർക്കുക, നമ്മളൊരു സർക്യൂട്ട് എടുത്തിട്ട് ഇവിടെ രണ്ട് എൻഡിലുമായിട്ട് ഒരു വോൾട്ട് മീറ്റർ വെച്ച് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റീഡിങ്ങിനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതാണ് ഐ ഇൻറ്റു ആർ എന്ന് പറയുന്ന ഈ വാല്യൂ സൂചിപ്പിക്കുന്നത്. ഈ ഐ ആർ എന്ന് പറയുന്നത് ലോസ്റ്റ് വോൾട്ടേജ് ആണ്. അതായത് ഈ ബാറ്ററിക്ക് ഉള്ളിൽ റെസിസ്റ്റൻസ് കൊണ്ട്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൊണ്ട് കുറച്ച് വോൾട്ടേജ് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, ആ വോൾട്ടേജ് നഷ്ടപ്പെട്ടു പോയ വോൾട്ടേജിനെ പറയുന്ന പേരാണ് ലോസ്റ്റ് വോൾട്ടേജ്. ഈ ലോസ്റ്റ് വോൾട്ടേജ് കൊണ്ട് നമുക്ക് ഈ സർക്യൂട്ടിൽ യാതൊരു ഉപയോഗവും ഇല്ല. അത് അവിടെ ബാറ്ററിക്ക് ഉള്ളിൽ തന്നെ അങ്ങ് നശിച്ചു പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെയും ഈ ലോസ്റ്റ് വോൾട്ടേജിൻ്റെയും സമ്മാണെന്ത്? ഇ എം എഫ് എന്ന് പറയുന്നത്. ഒരു ബാറ്ററിയുടെ ഇ എം എഫ് എന്ന് പറയുന്നത് ഓർക്കുക. അപ്പോൾ ഇ എം എഫ് എന്താണ്? ഇ എം എഫ് ഇസ് ഈക്വൽ ടു ഒരു ബാറ്ററിയുടെ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് ഇവിടെ വെച്ച് നമ്മൾ വോൾട്ട് മീറ്റർ വെച്ച് മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന വോൾട്ടേജും പ്ലസ് ഇതിൻ്റെ അകത്ത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ലോസ്റ്റ് വോൾട്ടേജിൻ്റെ സമ്മാണെന്ത്? ഇ എം എഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു കാര്യം മനസ്സിലാവും, ഒരിക്കലും ഇ എം എഫും പൊട്ടൻഷ്യൽ ഡിഫറൻസും ഈക്വൽ ആവത്തില്ല. കാരണം എന്താണ്? ഈ എല്ലാ സെല്ലെടുത്താലും, ഏതൊരു സെല്ലെടുത്താലും അതിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കാണും. അപ്പോൾ കുറച്ച് വോൾട്ടേജ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ വെച്ച് റീഡിംഗ് എടുക്കുമ്പോൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരിക്കലും ഇ എം എഫിന് ഈക്വൽ ആവത്തില്ല. ഇ എം എഫിന് ഈക്വൽ ആവണമെങ്കിൽ ലോസ്റ്റ് വോൾട്ടേജ് 0 ആവണം. പക്ഷേ ഒരിക്കലും ലോസ്റ്റ് വോൾട്ടേജ് 0 ആവത്തില്ല. കാരണം ഏതൊരു സെല്ലെടുത്താലും അതിൻ്റെ ഉള്ളിൽ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ലോസ്റ്റ് വോൾട്ടേജ് അവിടെ കാണും. അപ്പോൾ ഒരിക്കലും ഇ എം എഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വൽ ആവത്തില്ല എന്ന കാര്യം ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഐ ഇൻറ്റു ആർ പ്ലസ് ഐ ആർ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ക്യാപിറ്റൽ ആർ പ്ലസ് ഐ ഇൻറ്റു സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ഈ ഇ എം എഫ് എന്ന ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കിയിലേക്ക് പോവാം. അതിനെ നമുക്ക് ഐ ആറിനെ വി എന്ന് എടുത്തു. അതായത് ടെർമിനൽ വോൾട്ടേജ്. ഐ ആർ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഐ ആർ. അപ്പോൾ അതിനെ വി എന്ന് എടുത്തു. അതായത് ഇവിടെ നിന്ന് ഞാനൊരു വോൾട്ട് മീറ്റർ വെച്ച് മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നത് ആ വോൾട്ടേജിനെ പറയുന്ന പേരാണ് വി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐ ആറിന് ഞാൻ വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, പ്ലസ് ഐ ഇൻറ്റു സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ഇ എന്നും പറഞ്ഞ് കിട്ടി. ഇതുമായിട്ട് കമ്പയർ ചെയ്ത് വേണം പഠിക്കാൻ. ഐ ഇൻറ്റു ആർ, ഈ ഇക്വേഷൻ രണ്ടും കമ്പയർ ചെയ്ത് നോക്കുക. ഐ ആർ എങ്ങനെ ആയി? വി ആയി. ഓക്കെ, മറ്റേ ഐ ഇൻറ്റു സ്മോൾ ആറിനെ ഞാൻ മാറ്റിയില്ല, അതിങ്ങനെ തന്നെ എഴുതി. ഇ എന്ന് പറയുന്നത് ഇ എം എഫ് ആണ്. അത് ഇ എം എഫ് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസും ലോസ്റ്റ് വോൾട്ടേജിൻ്റെ സമ്മാണ്. അപ്പോൾ ഇ എം എഫ് ഒരിക്കലും പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വൽ ആവത്തില്ല. ഈ ഒരിക്കലും വിക്ക് ഈക്വൽ ആവത്തില്ല എന്നതാണ് ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, അതായത് ഈ സ്മോൾ ആറിൻ്റെ ഇക്വേഷനാണ് നമുക്ക് എഴുതാൻ പോകുന്നത്. അപ്പോൾ പരമാവധി ആ ടേംസിനെയൊക്കെ, ബാക്കിയുള്ള ടേംസിനെയൊക്കെ അപ്പുറത്തോട്ട് ആക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ഐ ആർ ഇസ് ഈക്വൽ ടു ഇ മൈനസ് വി എന്ന് പറയും.
അതായത് ഐ ആർ മാത്രം നിർത്തുക, വി അപ്പുറത്ത് കൊണ്ടുപോകുക. അപ്പോൾ ഇ മൈനസ് വി എന്നും പറഞ്ഞു വരും. പ്ലസ് വി ആണ്, വി അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് മൈനസ് വി ആവും. അപ്പോൾ ഐ ആർ ഇസ് ഈക്വൽ ടു ഇ മൈനസ് വി എന്നായി. അപ്പോൾ ഇനി ഒരു ടേമും കൂടെ ഉള്ളൂ ഐ. ഈ ഐയും കൂടെ അപ്പുറത്ത് കൊണ്ടുപോകുക. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ആയി കഴിഞ്ഞു. ആർ ഈസ് ഈക്വൽ ടു ഇ മൈനസ് വി ഡിവൈഡഡ് ബൈ ഐ എന്നാവും. ഇതാണ് ഒരു സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല. ഇ മൈനസ് വി ബൈ ഐ ആണ്. എന്താണ് ഇ എന്ന് പറയുന്നത്? ഒരു സെല്ലിൻ്റെ ഇ എം എഫ് ആണ്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ലോസ്റ്റ് വോൾട്ടേജിൻ്റെ സമ്മാണ്. വി എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഓർക്കുക, ഒരു ബാറ്ററി എടുത്തിട്ട് അതിൻ്റെ രണ്ട് എൻഡിൽ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും നമ്മളൊരു വോൾട്ട് മീറ്റർ വെച്ച് മെഷർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് എന്ത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വി എന്ന് പറയുന്നത്. ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു ഇ മൈനസ് വി ഡിവൈഡ് ബൈ ഐ. ഐ എന്ന് പറയുന്നത് എന്താണ്? ഈ കറണ്ട് സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ പറയുന്ന ലിറ്ററാണ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ന് ഓർക്കുക. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണ്? ഒരു സെല്ലിനുള്ളിൽ കറണ്ട് ഫ്ലോ ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു സെല്ലിനുള്ളിൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ സെല്ലിനുള്ളിലെ ഇലക്ട്രോഡ്സ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ്, ഈ ആർ എന്ന് പറയുന്ന ഇതിനെയാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഒരു സെല്ലിനുള്ളിലെ ഇന്റേണൽ റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. അതാണ് നമുക്കിനി നോക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ ഫാക്ടർ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫാക്ടർ ഇതാണ്: ദ നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് ആൻഡ് ഇലക്ട്രോഡ്. നമ്മൾ എടുത്തിട്ടുള്ള ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോഡ്, ഏത് ഇലക്ട്രോലൈറ്റാണ് അല്ലെങ്കിൽ ഏത് ഇലക്ട്രോഡാണ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിരിക്കും ഒരു സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതാണ് ആദ്യത്തെ ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ ഇതാണ് ടെമ്പറേച്ചർ. നമുക്കതറിയാം, കണ്ടക്ടേഴ്സിൻ്റെ കേസ് എടുത്താൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും കൂടും. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെല്ലും കൂടും. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഫാക്ടർ, ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആര് കൂടും? ഒരു സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും കൂടും. മൂന്നാമത്തെ ഫാക്ടർ ഇതാണ് ദ ഡിസ്റ്റൻസ് സെപ്പറേറ്റിംഗ് ദ ഇലക്ട്രോഡ്. രണ്ട് ഇലക്ട്രോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. നമുക്കറിയാം, ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ അത് നമുക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിലും പറയാം. രണ്ട് ഇലക്ട്രോഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ അവിടെ റെസിസ്റ്റൻസും കൂടും. രണ്ട് ഇലക്ട്രോഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ അവിടെ റെസിസ്റ്റൻസും കൂടും. അടുത്ത നാലാമത്തെ ഫാക്ടർ പറയുന്നത് സർഫസ് ഏരിയ ഓഫ് ഇലക്ട്രോഡ്. നമുക്കറിയാം, ഒരു ഇലക്ട്രോഡിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നാൽ അവിടെ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിലും ഇതുപോലെ പറയാം. സർഫസ് ഏരിയ ഓഫ് ഇലക്ട്രോഡ് കൂട്ടുന്നതിനനുസരിച്ച് ഒരു സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, ഒരു സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഒന്ന് നാച്ചർ ഓഫ് ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. രണ്ടാമത്തത് ടെമ്പറേച്ചർ. മൂന്നാമത്തെ ഡിസ്റ്റൻസ് സെപ്പറേറ്റിംഗ് ദ ഇലക്ട്രോഡ്. നാലാമത്തത് സർഫസ് ഏരിയ ഓഫ് ഇലക്ട്രോഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.